അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയുണ്ടായി. നമ്മളെ കോവയ്ക്കൊരു വീഡിയോ ഉണ്ടായത്. കോവയുടെ വീഡിയോ നമുക്ക് ചെയ്യുകയുണ്ടായാലും നമുക്ക് 5 മാസം കൊണ്ട് കൊടുക്കുന്ന ഒരു വളമൊക്കെ നമ്മൾ ചെയ്തുണ്ടായി. അപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ടാണ്. നമ്മൾ മുന്തിരിക്കുല പോലെയൊക്കെ നമ്മൾ കോവലൊക്കെ കാച്ചു കിടക്കണമെങ്കിൽ ഒരു 5 മാസം കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വളങ്ങൾ നമ്മൾ ചൂടിൽ കൊടുക്കണം കേട്ടോ. ചൂടിൽ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ നല്ല രീതിയിലുള്ള കോവൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ ഒറ്റ വർഷത്തിൽ കൊടുക്കാനുള്ള ഒരു വളമാണ് നമ്മൾ നിങ്ങളെ ഇതിൻ്റെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ വളം കൊടുക്കാൻ നേരത്തെ തന്നെ ഏത് പൂക്കാത്തയുണ്ടെങ്കിലും അത് തന്നെ പൊഴിച്ചിലുള്ള കോവലൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് നല്ല രീതിയിലുള്ള കാഫലം നമുക്ക് കിട്ടും. നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതുകൂടെ തന്നെ നമുക്കുള്ള പെട്ടെന്ന് നമ്മളുടെ ഈ പുള്ളിക്കുത്തി രോഗങ്ങളുണ്ടാകും. കോവലിൻ്റെ ഇലയിൽ വരുന്ന പുള്ളിക്കുത്തി രോഗങ്ങളും ഇതിനൊക്കെ എല്ലാം തന്നെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കുന്ന രീതിക്കുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞെടുക്കുന്നത്. ജൈവ രീതിക്കുള്ള ഇതുകൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ജൈവ രീതിക്കുള്ള മരുന്നുകൾ ചെയ്യുമ്പോഴാണ് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് വളം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായി ഇതെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്കൊരു തട നമുക്ക് എടുക്കണം കേട്ടോ. നല്ല തടം എടുക്കണം. തടം എടുത്തതിന് ശേഷമാണ് നമുക്കുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാനുള്ളത്. ഇത് ആദ്യം നമുക്ക് കൊടുക്കാനുള്ളപ്പോൾ കുറച്ച് ബെർമിക്കലായിട്ട് കേട്ടോ. വേർപെട പിടിക്കാൻ വേണ്ടി കുറച്ച് ബെർമിക്കലായിട്ടേ നോക്കിയേ ഇങ്ങനെയായിട്ട് മൊത്തത്തിൽ ആറ്റി എൻ്റെ ചൂട്ടിലായിട്ട് ഒന്ന് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. തടം നമ്മൾ കുറച്ച് കണ്ടോ കുറച്ച് വെർമിക്കലായിട്ട് ഇങ്ങനെ ചൂട്ടിലായിട്ട് അത്രയും ഇട്ട് കൊടുക്കണം. അത്രയും മതി, പോലെയും വേണ്ട. പിന്നെ നമ്മൾ കൊടുക്കാനുള്ള ചീമക്കൊന്നൊരു ഇലയാണ് വേണ്ട കേട്ടോ. ചീമക്കൊന്നൊരു ഇലയെ ധാരാളം നൈട്രജൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ചാണകപ്പൊടി ഇല്ലെങ്കിൽ തന്നെ ചാണകം ഇല്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ ചീമക്കൊന്ന ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ വളമാക്കി എടുക്കാൻ നൈട്രജൻ കണ്ടന്റ് ധാരാളം ഉള്ളതാണ്. ചാണകത്തിന് നൈട്രജൻ കണ്ടത് അതുകൊണ്ട് നമുക്ക് ചാണകത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ചീമക്കൊന്ന. അപ്പോൾ ചീമക്കൊന്ന കുറച്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോഴേ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പം കുറച്ച് നമുക്കുള്ള വേപ്പ് മണ്ണാക്കാം കേട്ടോ. വേപ്പ് മണ്ണാക്ക് കുറച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കുള്ള വേറെ കീടശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, അതുപോലെ ഹിമവരകൾ പോലെയുള്ള വിരകളൊന്നും ഫംഗസ് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി വേരിന് അതിൻ്റെ ഗ്രോത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വേപ്പ് മണ്ണാക്ക് നമ്മൾ ഞാൻ കൊടുക്കുന്നത്. കുറച്ച് വേപ്പ് മണ്ണാക്കേ. ഇത് ഒരു വർഷത്തിൽ കൊടുക്കാനുള്ളൊരു വളമാണ്. ഒരു വർഷത്തിൽ കൊടുക്കാനുള്ള വളം കൊടുത്തു നോക്കണം. അപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക്. ഇപ്പോഴേ അടുത്ത നമ്മൾ കൊടുക്കാനുള്ളപ്പോൾ നമുക്കുള്ള എല്ലുപൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലുപൊടിയിൽ ധാരാളം തന്നെ പൊട്ടാസ്യം കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് തന്നെ പെട്ടെന്ന് പൂക്കാനും പെട്ടെന്ന് കായ് പിടിക്കാനൊക്കെ സഹായിക്കുന്നത് നമ്മളുടെ എല്ലുപൊടി. അപ്പോൾ എല്ലുപൊടി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരേ ആയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തത് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കൊല്ലത്തിലെങ്കിലും ഈ വളങ്ങൾ കൊടുക്കണം കേട്ടോ. ഇത് ഒരു കൊല്ലത്തെങ്കിലും കൊടുക്കാനുള്ള വളമാണ് ഞാൻ ഇപ്പം നമ്മൾ ചെയ്യുന്നത്. നല്ലതായിട്ടുള്ള റിസൾട്ടാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്ക് നല്ല റിസൾട്ടാണ്. ഇപ്പോൾ അടുത്ത നമുക്ക് കൊടുക്കാൻ നമ്മൾ ചാണകപ്പൊടി കേട്ടോ. ചാണകപ്പൊടി അതേപോലെ തന്നെ നമുക്കുള്ള പിന്നെ നമ്മളെ ആട്ടും പുഴുക. അപ്പോൾ ഈ രീതിക്കുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഈ ധാരാളം തന്നെ ചാണകത്തിൽ നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതിന് തന്നെ പെട്ടെന്ന് തന്നെ കായ് പിടിക്കാൻ അതുപോലെ നല്ലതൊക്കെ തന്നെ വളരാനും സഹായിക്കുന്നതാണ് നമ്മളെ ചാണകപ്പൊടി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് കോഴിവളം എടുത്തിട്ടുണ്ടോ. കോഴിവളം എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ പരമാവധി നമുക്ക് അതിൻ്റെ ചൂട് കളഞ്ഞിട്ടേ നമുക്ക് കോഴിവളം കൊടുക്കാവൂ. കോഴിവളം അങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ അല്ലാതെ നമുക്ക് കൊടുത്താൽ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ പെട്ടെന്ന് അതിൻ്റെ ചൂടുകൊണ്ട് നമ്മൾ അതിൻ്റെ വേരുകൾ നശിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് കോഴിവളമോടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കോഴിവളത്തിൽ ധാരാളം തന്നെ നമുക്കുള്ള നൈട്രജൻ കണ്ടൻറ്റും പൊട്ടാസ്യം കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട് തന്നെ നല്ല രീതിക്കുള്ള വളമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്താൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇത്രയും നമുക്ക് കൊടുക്കണം. അടുത്ത നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ തന്നെ കുറച്ച് നമ്മളുടെ ചീമക്കൊന്നര ഇല രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഘട്ടമായിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ച് ചീമക്കൊന്നര ഇല നമ്മൾ നമ്മളെ കോഴിവളം കൊടുത്താൽ പിന്നെ നമുക്ക് കൊടുക്കാവുന്ന ചീമക്കൊന്നര ഇലയാണ്. പിന്നെ നമ്മൾ ആദ്യം കൊടുത്ത പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ വെർമിക്കുലേറ്റർ നമുക്ക് കൊടുക്കേണ്ട, വെർമിക്കുലേറ്റർ നമുക്ക് കൊടുക്കേണ്ട, അതേപോലെ തന്നെ വേപ്പ് മണ്ണാകും കൊടുക്കേണ്ട. പിന്നെ നമുക്ക് ചീമക്കൊന്നര ഇല എടുത്താൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് നോക്കുമ്പം നമുക്കുള്ള ചാണകപ്പൊടി അതിലെ ആട്ടുംപുഴുക്കായിട്ടുള്ള അതാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് വളങ്ങൾ നമുക്ക് കൊടുക്കാനുള്ളത്. നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ മുന്തിരിക്കുലയിലൊക്കെ നമുക്ക് കോവയ്ക്ക് കാച്ചെടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഒരു വർഷത്തിൽ 5 മാസം കൂടുമ്പോഴൊക്കെ കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാമെന്നുള്ളതും ഈ രീതിക്കുള്ള വളങ്ങളാണ് കൊടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് അതേപോലെ തന്നെ നമുക്കുള്ള വെർമിക്കുലേറ്ററും കൊടുത്തതിന് ശേഷം രണ്ടാമത് നമുക്ക് നമ്മളുടെ വേപ്പ് പിണ്ണാക്കാണ് കൊടുക്കാനുള്ളത്. മൂന്നാമത് നമുക്ക് കൊടുക്കാനുള്ളതിപ്പം നമ്മളെ കയ്യിലുള്ള ചീമക്കൊന്നര ഇലയായിരുന്നു നമുക്ക് കൊടുക്കാനുള്ളത്. ചീമക്കൊന്നര ഇല കൊടുത്ത് പിന്നെ തന്നെ നമ്മൾ കോഴിവളം കൊടുക്കണം കേട്ടോ. കോഴിവളം അങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള ചാണകപ്പൊടി കൊടുക്കണം കേട്ടോ. മാറ്റി തിരിച്ച് രീതിക്ക് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് കൊടുക്കാനുള്ള ഈ രീതിക്കാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമ്മളിലേക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമുക്ക് ആദ്യം നമുക്ക് വെർമിക്കുലേറ്റർ കൊടുത്താൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് പിന്നെ നമുക്കുള്ള വേപ്പ് പിണ്ണാക്കാണ്. ഈ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ ഈ രീതിയാണ് ഫസ്റ്റ് ഘട്ടം വരുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ വെർമിക്കുലേറ്ററും വരത്തില്ല, അതേപോലെ തന്നെ നമുക്കുള്ള വേപ്പ് പിണ്ണാക്കും വരത്തില്ല. ഇത്രയും സാധനങ്ങൾ രണ്ടാമത്തെ ഘട്ടത്തിൽ വരത്തില്ല. ബാക്കിയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കുക. ബാക്കിയുള്ള വളങ്ങൾ കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് അതൊക്കെ നല്ലതേക്ക് തന്നെ നമ്മളുടെ ഒരു കോവൽ നമ്മൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ കോവലിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പുഴു ഉണ്ടാകും. അപ്പോൾ പുഴുവിന് കൊടുക്കാനുള്ള ഗോമൂത്രമാണ് കൊടുക്കാനുള്ളത്. ഗോമൂത്രം നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ കെമിക്കലായി കൊടുക്കുന്നതിനേക്കാളും ഇതേപോലത്തുള്ള ജൈവ രീതിക്കുള്ള മരുന്നുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഗോമൂത്രം കൊടുക്കുമ്പോൾ എപ്പോഴും തന്നെ കാന്താരിയും കൂടെ ആയിട്ട് അതിൻ്റെ ചതച്ചിട്ട് കൊടുക്കണം. അപ്പോൾ കാന്താരി കൊടുക്കുമ്പോൾ കാന്താരി നല്ല രീതിയിലുള്ള എരിയാണ്. അതേപോലെ ഗോമൂത്രത്തിനുള്ള ആ ഒരു സ്മെല്ലും നമ്മൾ ആ കാന്താരി എരിവും കാരണം പെട്ടെന്ന് തന്നെ നമ്മളുടെ ഇതിലേക്ക് ഏതെങ്കിലും പുഴുകളെല്ലാം പെട്ടെന്ന് തന്നെ അത് പോകുന്നതാണ്, ചത്തുപോകുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഇത്രയും വളങ്ങൾ നമ്മൾ എല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് അപ്പോൾ നമ്മൾ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന ഈ തടത്തിൻ്റെ മണ്ണ് തിരിച്ച് പിടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ച് പിടിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ആ മണ്ണിൽ നിന്ന് കറക്റ്റായിട്ട് ഇരിക്കേണ്ട വളങ്ങൾ നമുക്ക് നമ്മുടെ ചെടിയിലേക്ക് നമുക്ക് അതിൻ്റെ വേലിലേക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് അത് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ ഈ മണ്ണ് തിരിച്ച് പിടിച്ചുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതും നല്ല രീതിക്കുള്ള കാവലങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു 5 മാസം കൂടുമ്പോഴുള്ള വളങ്ങൾ. അപ്പോൾ അത്ര ആ രീതി 5 മാസവും ഇപ്പോൾ 1 വർഷവും ഇതിപ്പോൾ 1 വർഷം ചെയ്യുന്ന രീതിക്കുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ 1 വർഷം രീതിക്കുള്ള അതെങ്കിലും കറക്റ്റായിട്ട് രീതിക്ക് നമ്മൾ കൊടുത്താൽ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ എന്തൊക്കെ മുന്തിരിക്കൊല പോലെ തന്നെ കോവൽ കാഴ്ച കിടക്കുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തുള്ള വളങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ചുവട്ടിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏത് കായ്ക്കാത്ത കോവയ്ക്ക ഉണ്ടെങ്കിൽ തന്നെ പൂക്കാത്ത ഉള്ള കോവലൊക്കെയാണ്, അതുപോലെ പൂ പൊഴിച്ചിലൊക്കെ ഉണ്ട്. ഇതെല്ലാം മാറിക്കിട്ടാൻ നടക്കുന്ന നല്ല അടിപൊളി നല്ല രീതിക്കുള്ളൊരു വളമാണ് ഇത്. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് നേരത്തെ ഒരു കാര്യം പറയുകയുണ്ടായി. നമുക്കുള്ള പുള്ളിക്കുത്തി രോഗം, അതുപോലെ നമുക്ക് ലീഫിൻ്റെ വരുന്നത് നമുക്ക് നോക്കിയേ ഇതൊക്കെ ആമകൊണ്ടിൻ്റെ കടി കാരണം നമുക്ക് ഉണ്ടായതാണ്. നോക്കിയേ ആമകൊണ്ട് കടിച്ച് അത്രയും ഒക്കെ നമുക്ക് പാഴിപ്പോയിട്ടുണ്ട്, രീതിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് നമുക്ക് ഗോമൂത്രമാണ് കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ പറയുന്നത് ഗോമൂത്രം കാന്താരിയാണ് കൊടുക്കുകയാണ്. പിന്നെ അല്ലാതെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതേപോലത്തെ നമ്മളൊരു കാഴ്ച കെണിയാണ് കൊടുക്കാനുള്ളത്. നോക്കിയേ ഈ കാഴ്ച കെണിയിൽ ധാരാളം തന്നെ ഇതാ കൊണ്ട് കേട്ടോ. അത് നോക്കിയേ ഇതുണ്ടോ, ഈ കാഴ്ചക്കണി ധാരാളം തന്നെ ഇതാ കാഴ്ച വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എടുത്തൊന്ന് ലേറ്റ് അടുത്ത് നിന്ന് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റി കൊടുക്കണം. നല്ല നിലയ്ക്ക് നിറയെ വീഴും കേട്ടോ. അപ്പോൾ എന്തുമാത്രം കാഴ്ച, എന്തുമാത്രം പിന്നെ ഈ കാഴ്ചയാണ് ഇന്ന് വീണ് കിടക്കുന്നത്. അതേപോലെ തന്നെ എന്തുമാത്രം കാഴ്ച വീണ് കിടക്കുന്നത്. അതേപോലെ തന്നെ അത്രയും കാഴ്ചയിലാണല്ലോ നമുക്കുള്ള ഈ കോവയ്ക്ക് നമ്മൾ പാഴിക്കളയുന്നതും ഇത് കിടന്ന് ഇത്രയും നമ്മളെ ലീഫുകൾ നശിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ കാഴ്ചക്കണിയൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. ഒരു കാഴ്ചക്കണി കൊടുക്കുക. അപ്പോൾ കാഴ്ചക്കണി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ഇതൊരു പോയിസനാണ്. ഈ പോയിസൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇതിനകത്ത് കാഴ്ച ഒന്ന് ആകർഷിക്കുകയും യെല്ലോ കണി ഇതിൻ്റെ യെല്ലോ ഇതിൽ നിന്ന് ആകർഷിച്ച് ഇതിനകത്ത് വീഴുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മാറി ഇതിൻ്റെ സ്മെല്ല് മാറിയാൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കുള്ള തുളസി ഇല. അപ്പോൾ തുളസി ഇല എന്തെങ്കിലും പോയിസനായിട്ടുള്ളൊരു കുറച്ച് നമുക്ക് തുളസി ഇല വെടിയിട്ട് ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു കാഴ്ച നമുക്ക് കാഴ്ച കെണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, നല്ലതുള്ള റിസൾട്ടാണ്. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് തൂക്കിയാൽ കേട്ടോ. കാഴ്ച ഒന്ന് പറ്റട്ടെ. നോക്കി ഇതെല്ലാം ആകെ നിൽക്കുകയാണ്, കാഴ്ചയായിട്ട് നിൽക്കണം. അപ്പോൾ ഇതേപോലെ കാഴ്ച കെണിയൊക്കെ കൊടുക്കുക. അപ്പോൾ നല്ല രീതിക്കുള്ള കോവലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പുതിയ ചെയ്ത് തരണമാണ്. ഇപ്പോൾ അതിനോട്ട് പടന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വലിയ കോവലാണ്, നല്ല നീളം വയ്ക്കുന്ന കോവലാണ്. അതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇനി ഇതൊക്കെ നമുക്ക് ഒരു നമ്മുടെ ചല്ലിയോ അതേപോലെ പൊച്ചോ ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക്
പാഞ്ഞ് നമുക്ക് കറക്റ്റ് ഒന്ന് പടത്തി കൊടുക്കണം കേട്ടോ. അതൊക്കെ നേരത്തെ നമ്മൾ കാണിക്കുന്നുണ്ടായി. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇതേപോലെ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായ പുതിയൊരു കണ്ടന്റ് വരുന്നത്. ഗുഡ് ബൈ.